ഹായ് ഡേയ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് തൈര് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. 1 മിനിറ്റോളം നമുക്ക് ഇതേപോലെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തൈരിൽ സോഡപ്പൊടിയും ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മാവ് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്തെടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ഇതിലോട്ട് ചേർത്തെടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്ക് ഇതായി കിട്ടണം. അപ്പോൾ ഇത് കുറച്ച് ലൂസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരുന്ന തൈര് കുറച്ച് ആയതുകൊണ്ട് തന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ മറ്റൊരു പാത്രത്തിലോട്ട് നമ്മൾ ഒരു 2 പൊട്ടാറ്റോ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, തൊലിയൊക്കെ കളഞ്ഞിട്ട്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മളിത് വേവിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനുള്ള കൊടുത്താണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ഒഴിവാക്കും ചെയ്യുക. പിന്നെ നമ്മളിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു തണ്ട് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അതിന് മുമ്പായിട്ട് ഓരോ നാരങ്ങ വലുപ്പത്തിൽ ഇതേപോലെ ഓരോ ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ബാക്കിയുള്ള നമുക്ക് ഇതേപോലെ ബോൾസാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത മാവ് ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നു. ഇനി നമുക്ക് ചപ്പാത്തി വലുപ്പത്തിൽ ഓരോ ബോൾസാക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ചപ്പാത്തി പലകുമ്പോൾ കുറച്ച് പൊടി ഒന്ന് ഉതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് പരത്തും പോലെ വലുതായിട്ട് പരത്തൊന്നും വേണ്ട. അതുപോലെ ചെറുതായിട്ടൊന്ന് പൂരിക്കൊക്കെ പരത്തുന്ന പോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫില്ലിങ് ഇതേപോലെ ഒന്ന് വെച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ 4 ഭാഗം ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ കണ്ടില്ല, ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത അപ്പം ഇതിലോട്ട് വെച്ചെടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മൂടി വെക്കാം കേട്ടോ. എന്നിട്ടൊരു 1/2 മിനിറ്റ് സമയം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തുറന്ന് നോക്കാം. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടെ മൂടി വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. ഓയിലോ നെയ്യോ എന്താ വെച്ചെങ്കിൽ തൂക്കി കൊടുക്കുക. അപ്പോൾ ഓയിലും കൂടെ തൂക്കി കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ കണ്ടിട്ട് നന്നായിട്ട് തന്നെ അങ്ങനെ വീർത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിലാക്കി കൊടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എപ്പോഴും കഴിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ പൊട്ടാറ്റോൻ്റെ ഫില്ലിങ്ങിൻ്റെ പകരം മുട്ട വെച്ചിട്ടോ അല്ലെങ്കിൽ ചിക്കനൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.